ശിഷ്യന് ഗുരുവിനോടുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയുടെയും കടപ്പാടിൻ്റെയും പ്രതീകമാണ് ഗുരുപൂർണിമ. അതുകൊണ്ട് തന്നെ ഗുരുപൂർണിമ ചടങ്ങുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ശിഷ്യഹൃദയത്തെ വിനയത്തിൻ്റെയും കൃതജ്ഞതയുടെയും കടപ്പാടിൻ്റെയും ഭക്തിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ഭാവം ഓരോ നിമിഷവും നിറഞ്ഞു നിൽക്കണം. എങ്കിലും ആ ഭാവത്തെ പ്രത്യേകിച്ചുണർത്താൻ വേണ്ടിയുള്ള ദിനമാണ് ഗുരുപൂർണിമ. നമ്മളുടെ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്ന പൂർണ്ണചന്ദ്രനാണ് ഗുരു. സാധാരണ നമ്മൾ ജ്ഞാനസൂര്യൻ എന്നാണ് പറയുക. എന്നാൽ ഇവിടെ പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞത് ഗുരുവിൻ്റെ പൂർണ്ണതയെ അലൗകികമായ സൗന്ദര്യത്തെ എടുത്തു കാട്ടാനാണ്. ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തോടൊപ്പം ചന്ദ്രനെ പോലെ ലോകത്ത് നന്മയും ആനന്ദവും വർഷിക്കുന്ന ഭാവം കൂടി ഗുരുവിനുണ്ട്. അതുകൊണ്ട് ഗുരുവിനെ പൂർണ്ണചന്ദ്രനോടും ഇന്നത്തെ ദിവസത്തെ പൂർണ്ണിമയോടും ഉപമിക്കുന്നു. ഈശ്വരൻ സുഖസ്വരൂപനാണ്. ആ ശക്തിയുടെ ഉറവിടം അവനവൻ്റെ ഉള്ളിൽ തന്നെയാണെന്നുള്ള സത്യം ഗുരുവിലൂടെ ശിഷ്യൻ സാക്ഷാത്കരിക്കുന്നു. എന്നാൽ അറിവ് നേടാൻ ശരണാഗതി ആവശ്യമാണ്. ഗുരുവിനോടുള്ള വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും പൂർണ്ണതയാണ് ശരണാഗതി. അനന്തമായ ഈശ്വരശക്തികളൊക്കെയുള്ള പ്രവേശന കവാടമാണ് ശരണാഗതി. മറ്റുള്ളവരെ ദൂഷിക്കുകയും അവരുടെ ദുർബലതകളെ പരിഹസിക്കുകയും ചെയ്യാതെ സ്നേഹത്തിലൂടെ അവരെ സ്വീകരിച്ച് സ്നേഹിക്കാൻ ശ്രമിക്കുന്നതാണ് പക്വത എന്ന് പറയുന്നത്. ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ആരും ആർക്കും സ്വന്തമല്ല. എന്നാൽ ബോധത്തോടെ സ്വതം അനുഷ്ഠിക്കുകയും മറ്റുള്ളവരുടെ ധർമ്മത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് പക്വത. മറ്റുള്ളവരുടെ പ്രതീക്ഷ വയ്ക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് പക്വത. മറ്റുള്ളവരെ ഉപദേശിച്ച് മാറ്റാൻ ശ്രമിക്കാതെ സ്വന്തം മനോഭാവം മാറ്റാൻ ശ്രമിക്കുന്നതാണ് പക്വത. സന്തോഷം ഭൗതിക സമ്പത്തിനനുസരിച്ച് വളരുന്നതല്ല എന്ന തിരിച്ചറിവാണ് പക്വത. അവസ്ഥയിലേക്ക് ഉയരാനുള്ള ശ്രദ്ധയും സമർപ്പണവും എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ.